വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും ഒന്ന് പാസ് ആകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മുടെ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. സോ ഈ ഒരു സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ആദ്യം പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സപ്ലി ലഭിക്കുന്ന ഒരു പേപ്പറാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസിലോട്ട് ഫോക്കസ് ചെയ്യുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പിടിവള്ളി. നമുക്ക് എന്തായാലും ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് ഈസിയസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ്, അതിലോട്ട് ആദ്യം ഫോക്കസ് ചെയ്യുക. അതിനുശേഷം ടഫസ്റ്റ് ആയിട്ടുള്ള ഏരിയാസിലോട്ട് പോകുക. അതാണ് സ്മാർട്ട് സ്റ്റഡി. സോ ഈ ഒരു സബ്ജക്റ്റിന്റെ കേസിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ട് തന്നെയാണ്, കോറിലേഷൻ, റിഗ്രഷൻ, ബേസിക്സ്. സോ ഇതിൽ നിന്ന് നമുക്ക് പാസ് മാർക്കിനുള്ള കാര്യങ്ങൾ നിർബന്ധമായും ലഭിക്കും. ഈ ഏരിയാസ് നിങ്ങൾ ആദ്യം പഠിച്ചതിന് ശേഷം ഡിറക്റ്റ് ചോദ്യങ്ങളായിട്ട് വരുന്ന തിയറി ചോദ്യങ്ങളുണ്ട് 2 വെയിറ്റേജിൻ്റെയിലൊക്കെ. ആ ഏരിയാസിലോട്ട് ഫോക്കസ് ചെയ്യുക. ദെൻ നമുക്ക് ഈസി ആയിട്ട് കിട്ടാൻ സാധിക്കുന്ന പ്രോബ്ലംസ് ഉണ്ട്, അതിലോട്ട് പിന്നെ നോക്കുക. ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്യുകയാണെങ്കിൽ QT പേപ്പറിൽ നിങ്ങൾക്ക് പുഷ്പം പോലെ പാസ്സാക്കാൻ സാധിക്കും. സോ നമുക്ക് പാസ്സാക്കാൻ വേണ്ടത് 60 ഗ്രേഡ് പോയിന്റ് ആണ്. ടോട്ടൽ 150 ഗ്രേഡ് പോയിന്റിൽ. ദെൻ നിങ്ങൾ സപ്ലി ആണ് എഴുതുന്നതെങ്കിൽ വീണ്ടും നിങ്ങൾ MCQലോട്ട് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം എഴുതിയ MCQ തന്നെയാണ് നിങ്ങൾക്ക് വീണ്ടും പരിഗണിക്കുക. 2019 അഡ്മിഷന് ശേഷം ഇതാണ് റൂള്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സ്റ്റേണലിലോട്ട് മാത്രമാണ് ഫോക്കസ് ചെയ്യേണ്ടത്. എക്സ്റ്റേണലിൽ നിങ്ങൾക്ക് 60 ഗ്രേഡ് പോയിന്റ് കിട്ടാൻ ഞാൻ എപ്പോഴും പറയുന്നതാണ്, 2 പാർട്ടിലോട്ട് നിങ്ങൾ നിർബന്ധമായും ഫോക്കസ് ചെയ്യുക. പാർട്ട് എയും പാർട്ട് സിയും. ഈ 2 പാർട്ടിന്റെ പ്രത്യേകത എന്താ? റിപ്പീറ്റ് ചോദ്യങ്ങൾ ഒരുപാട് വരുന്ന ഏരിയാസ് ആണ്. സോ നമുക്ക് പാർട്ട് സിയിലോട്ട് പോവുകയാണെങ്കിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് essay ചോദ്യം ഏത് ഏരിയാസിൽ നിന്ന് വരാൻ സാധ്യത എന്നുള്ളതാണ്. നമുക്കറിയാം 4 ചോദ്യങ്ങളുണ്ട്, അതിൽ 2 എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ ഒരു തിയറിയും 3 പ്രോബ്ലംസ് ആണ് സാധാരണ കണ്ടുവരാറ്. അപ്പോൾ ഇവിടെ ഈ ചോദിക്കുന്ന 3 പ്രോബ്ലംസിൽ ഒരു ചോദ്യം നിർബന്ധമായും കോറിലേഷനോ റിഗ്രഷനോ വരാറുണ്ട്. അത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും, മിക്കതും വരാറുണ്ട്. അപ്പോൾ റിഗ്രഷൻ വരികയാണെങ്കിലോ അല്ലെങ്കിൽ കോറിലേഷൻ വരികയാണെങ്കിലോ ഈ 2 ടോപ്പിക്സിന്റെ പ്രത്യേകത കുറച്ചും കൂടി ഈസി ടോപ്പിക്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പിടിവള്ളി ടോപ്പിക്സ് എന്ന് പറയുന്നത് QT പേപ്പറിൽ ഈ കോറിലേഷനും റിഗ്രഷനും ആണ്. ഇപ്പൊ റിഗ്രഷൻ SAക്ക് വന്നിട്ടുണ്ടെങ്കിൽ 5 വെയിറ്റേജിന്റെ കോറിലേഷൻ ആയിരിക്കും, അതല്ലെങ്കിൽ നേരെ ഉൾട്ടാ അങ്ങനെയായിരിക്കും. അപ്പോൾ ഈ 2 ടോപ്പിക്സ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് SAക്ക് ഏതെങ്കിലും ഒരെണ്ണം കിട്ടും. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം നിർബന്ധമായി മാറി മാറി വരുന്നത് ഒന്നെങ്കിൽ അനോവ അല്ലെങ്കിൽ chi-square. ഇതാണ് നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന ഒരു essay ടോപ്പിക്. ഈ 2 ടോപ്പിക്സിന്റെ പ്രത്യേകത, ഹൈപ്പോത്തസിസിലെ കുറച്ചും കൂടി ഈസിയസ്റ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് അനോവയും chi-square ആണ്. കാരണം നമുക്ക് ഇക്വേഷൻ അറിയാമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അത് അപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. ഇതല്ലാണ്ട് വരുന്ന മറ്റ് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പൊ F ടെസ്റ്റ് ആവട്ടെ, സെറ്റ് ടെസ്റ്റ് ആവട്ടെ, ഈ പറയുന്ന ഏരിയാസിൽ നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ കുട്ടികൾക്ക് അത് ഐഡന്റിഫൈ ചെയ്ത് പ്രസന്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പലപ്പോഴും പറയാറുണ്ട്. നേരെ മറിച്ച് അനോവയും chi-squareഉം അത്രത്തോളം ഡിഫിക്കൽട്ട് എന്ന് പറയാൻ സാധിക്കില്ല. മിക്കതും ഡിറക്റ്റ് ചോദ്യങ്ങളാണ്. അപ്പോൾ chi-square, അനോവ, കോറിലേഷൻ, റിഗ്രഷൻ, ഈ 4 ടോപ്പിക്സിലോട്ട് നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇതിൽ നിന്ന് 2 പ്രോബ്ലംസ് ആയിട്ട് കിട്ടും. പിന്നെ ഈ പറഞ്ഞ ടഫസ്റ്റ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്ന് essay അവരിടുകയാണെങ്കിൽ അത് ഈ പറയുന്ന സെഡ്, എഫ് ഇങ്ങനത്തെയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ പ്രോബബിലിറ്റിയിലത്തെ ഏതെങ്കിലും വേണമെങ്കിൽ വരാം. കുറച്ചുകൂടി ഇൻഡയറക്റ്റ് മോഡലുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യം പറയാനുള്ളത്. പിന്നെ തിയറി ആയിട്ട് സാധാരണ
3 ഡിസ്ട്രിബ്യൂഷനിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. അത് കൂടുതൽ കണ്ടുവരാറ് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ 3 ഡിസ്ട്രിബ്യൂഷൻ്റെയും പ്രോപ്പർട്ടീസ്, നോർമല്, ബൈനോമിയല്, പോയിസോൺ, 3ൻ്റെയും പ്രോപ്പർട്ടീസ് പഠിച്ചിരിക്കണം. അതൊരു തിയറി ചോദ്യം. അത് മാത്രമല്ല പിന്നെ നമുക്ക് SPSS അല്ലെങ്കിൽ MS Excel ഇതിൻ്റെ ഒക്കെ ഫീച്ചേഴ്സ് അതും വേണമെങ്കിൽ പ്രതീക്ഷിക്കാം തിയറി ആയിട്ട്. ഓക്കെ, QTയുടെ ബേസിക്സ് തിയറി ആയിട്ട് വരാറ് സാധാരണ അതിൻ്റെ യൂസസ് എന്നൊക്കെ പറയണത് 3 വെയിറ്റേജിലാണ് കണ്ടുവരാറ്. അപ്പോൾ ഇതാണ് നമുക്ക് പാർട്ട് സിയിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്യുക. ദെൻ നെക്സ്റ്റ് പാർട്ട് എയിലോട്ട് പോകുന്ന സമയത്ത് റിപ്പീറ്റ് ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഡിറക്റ്റ് നമ്പർ 1 ഞാൻ നേരത്തെ പറഞ്ഞു, 3 ഡിസ്ട്രിബ്യൂഷനിൽ ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളത് എപ്പോഴും വരുന്നതാണ്. നോർമൽ, ബൈനോമിയല്, അതുപോലെ തന്നെ പോയിസോൺ, ഇതൊക്കെ എന്താണ് നമ്പർ 1. ദെൻ കോറിലേഷൻ എന്താണ്, റിഗ്രഷൻ എന്താണ്, കോറിലേഷനിലെ ഏതെങ്കിലും ഒരു ടൈപ്പ്. ദെൻ അത് മാത്രമല്ല കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്താണ്, പ്രോബബിൾ എറർ എന്താണ്, സ്റ്റാൻഡേർഡ് എറർ എന്താണ്, ടൈപ്പ് 1 എറർ എന്താണ്, ടൈപ്പ് 2 എറർ എന്താണ്, ഹൈപ്പോത്തസിസ് എന്താണ്, നൾ ഹൈപ്പോത്തസിസ് എന്താണ്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണ്, ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷൻ എന്താണ്, പോയിന്റ് എസ്റ്റിമേഷൻ എന്താണ്, ഇന്റർവെൽ എസ്റ്റിമേഷൻ എന്താണ്, ദെൻ അനോവ എന്താണ്, കൈ സ്ക്വയർ എന്താന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, ദെൻ പാരാമെട്രിക് ടെസ്റ്റ് എന്താണ്, നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്താണ്, ദെൻ ഞാൻ ബേസിക്സ് ഞാൻ പറഞ്ഞു, ബേസിക് ചാപ്റ്ററിലെ റോൾ ഓഫ് QT ഇൻ ഡിസിഷൻ മേക്കിംഗ് ബിസിനസ്സിലെ എന്താണ് അത് ചോദിക്കാം, സെറ്റ് ടെസ്റ്റ്, F ടെസ്റ്റ് ഇതൊക്കെ എന്താണെന്ന് ചോദിക്കാം, കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്താണെന്നുള്ളത് നിർബന്ധമായും പഠിച്ചു വെക്കണം. ഞാൻ നേരത്തെ SAക്ക് പ്രതീക്ഷിക്കുന്ന ഒരു തിയറി ടോപ്പിക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, SPSS, MS Excel, ഇത് രണ്ടും ഈ പറയുന്ന തിയറി ആയിട്ട് 2 വെയിറ്റേജിലും പ്രതീക്ഷിക്കാം. പിന്നെ ഹൈപ്പോത്തസിസിൽ തന്നെ കോമ്പോസിറ്റ് ഹൈപ്പോത്തസിസ്, കോൺഫിഡൻസ് ഇന്റർവെല്. അപ്പൊ ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങളാണ് നമുക്ക് 2 വെയിറ്റേജിന്റെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 4 എണ്ണം കിട്ടും. 7 എണ്ണത്തിൽ 3 എണ്ണം ടഫസ്റ്റ് ആയിരിക്കും, 4 എണ്ണം ഈസിയസ്റ്റ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ ഈ 2 പാർട്ടിലോട്ട് ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾ പാസ്സായി എന്നുള്ളതാണ്. ഈ 2 മൊഡ്യൂളിന്റെ പ്രത്യേകത എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് പാസ് മാർക്കിനുള്ള ഏരിയ കിട്ടാൻ സാധ്യതയുള്ള കോറിലേഷൻ, റിഗ്രഷൻ എന്നുള്ള പല ചോദ്യങ്ങളും വരും. പിന്നെ ഈ പറയുന്ന ഡിറക്റ്റ് ചോദ്യങ്ങൾ, ഇത് പഠിക്കാൻ അധികം സമയം വേണ്ട, അതിലോട്ട് ഫോക്കസ് ചെയ്താൽ നമുക്ക് ആ ടോപ്പിക്ക് മുഴുവൻ അറിയില്ലെങ്കിലും എന്താണ് 2 വെയിറ്റേജിൻ്റെ ചോദിക്കുകയാണെങ്കിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ പഠിച്ചു വെക്കാൻ അധികം സമയം വേണ്ട. ഇപ്പൊ പഠിക്കുന്ന കുട്ടിക്കാണെങ്കിലും സാധിക്കും. ദെൻ ഞാൻ ഈ പറഞ്ഞ പല ചോദ്യങ്ങളും തന്നെ നമുക്ക് പാർട്ട് ബിയിലെ 3 വെയിറ്റേജിൻ്റെയിലും പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞു SAക്ക് റിഗ്രഷൻ വരാണെങ്കിൽ 3 വെയിറ്റേജിൻ്റെ അത് കോറിലേഷൻ വരാറുണ്ട്, മാറി മാറി വരാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നിർബന്ധമായും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നൊരു പ്രോബ്ലം പ്രതീക്ഷിക്കാം. അത് നോർമലോ, ബൈനോമിയലോ, പോയിസോണോ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. ദെൻ കൈ സ്ക്വയറിന്റെ ഒരു പ്രോബ്ലം കണ്ടിൻജൻസി ടേബിളിന്റെ പലപ്പോഴും 3 വെയിറ്റേജിൻ്റെ വരാറുണ്ട്. തിയറി ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ MS Excel അതുപോലെ തന്നെ SPSS അത് ഇങ്ങോട്ട് എടുത്തരാം, QTയുടെ യൂസസ് ഇങ്ങോട്ട് എടുത്തരാം പാർട്ട് 3 മനസ്സിലാവുണ്ടോ. ദെൻ കോറിലേഷനിൽ തന്നെ റാങ്ക് കോറിലേഷന്റെ ഏരിയ നോക്കണം, അത് പ്രതീക്ഷിക്കാം. സോ ഈ രീതിയിൽ നമ്മൾ പാർട്ട് എക്കും പാർട്ട് സിക്കും വേണ്ടി ഫോക്കസ് ചെയ്ത പല കാര്യങ്ങളും പാർട്ട് ബിയിലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് അറിയുന്ന പോലെ എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്ത് ഫുൾ ടൈം എക്സാമുകളിൽ സ്പെൻഡ് ചെയ്ത് ഒരു ചോദ്യം പോലും സ്കിപ്പ് ചെയ്യാണ്ട് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും പുഷ്പം പോലെ പാസ്സായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞ അപ്രോച്ച്, നമ്മുടെ ഈസിയസ്റ്റ് ആയിട്ടുള്ള കോറിലേഷൻ, റിഗ്രഷൻ ഫസ്റ്റ് ചാപ്റ്റർ നോക്കിയതിന് ശേഷം ഡിറക്റ്റ് ചോദ്യങ്ങൾ ഞാൻ ഈ പറഞ്ഞത് നോക്കുക, 2 വെയിറ്റേജ് ഫോക്കസ് ചെയ്യുക, SAയിൽ പറഞ്ഞ കാര്യങ്ങൾ ആ രീതിയിലും പഠിക്കുക. സോ ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്യുക. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.